നമസ്കാരം. ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം. സംഘർഷങ്ങൾ ആളിക്കത്തിക്കാൻ മതം ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പ. തന്റെ പ്രഥമ ഇന്തോനേഷ്യൻ സന്ദർശനത്തിന്റെ അവസാന ദിവസം തലസ്ഥാനമായ ജക്കാർത്തയിലെ ഇസ്തിക്ലാൽ പള്ളിയിൽ പള്ളിയുടെ ഗ്രാൻഡ് ഇമാമുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. ഇമാമുമായി മതസൗഹാർദ്ദവും പരിസ്ഥിതി സംരക്ഷണവും സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുകയും 6 മതങ്ങളുടെ പ്രാദേശിക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സിക്കിമിൽ വാഹനാപകടത്തിൽ 4 സൈനികർ മരിച്ചു. പശ്ചിമ ബംഗാളിലെ പെദോങ്ങിൽ നിന്ന് സിക്കിമിലെ സുലുക്കിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഇവർ. സിക്കിമിലെ പാക്യോങ് ജില്ലയിലെ സിൽക്ക് റൂട്ടിലായിരുന്നു അപകടം. ഹിജാബ് വിവാദത്തിൽ ഉൾപ്പെട്ട പ്രിൻസിപ്പലിന്റെ അധ്യാപക പുരസ്കാരം തടഞ്ഞ് കർണാടക സർക്കാർ. 2022 ഹിജാബ് ധരിച്ചെത്തിയ മുസ്ലിം വിദ്യാർത്ഥിനികളെ ക്യാമ്പസിൽ പ്രവേശിക്കുന്നതിൽ നിന്നും തടഞ്ഞ് വാർത്തകളിൽ ഇടം പിടിച്ചു. ഉടുപ്പി ഗവൺമെന്റ് പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പലാണ് ബിജി രാമകൃഷ്ണൻ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ പോലീസ് വളഞ്ഞിട്ട് തല്ലി. 4 പോലീസുകാരാണ് ഓടിച്ചിട്ട് തല്ലിയത്. ആക്രമണത്തിൽ അബിൻ വർക്കിയുടെ തലയ്ക്ക് പരിക്കേറ്റു. മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിപ്പിടിച്ച 1000 കിലോയോളം ചെറുമത്സ്യങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗവും കോസ്റ്റൽ പോലീസും ചേർന്ന് പിടികൂടി. ബേപ്പൂരിൽ നിന്നും മഹിത ബോട്ടും ചോമ്പാലയിൽ നിന്ന് അസർ ബോട്ടുമാണ് ബേപ്പൂർ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗവും വടകര കോസ്റ്റൽ പോലീസും ചേർന്ന് പിടിച്ചെടുത്തത്. മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ എക്സ്റേ വീണ്ടും പണിമുടക്കി. മെഷീൻ കേടായി ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രവർത്തനം പുനരാരംഭിക്കാനായിട്ടില്ല. ഇതുകാരണം അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്ന രോഗികളെയും മറ്റ് അത്യാഹിതങ്ങളിൽ പെടുന്നവരെയും 300 മീറ്റർ അകലെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി ബ്ലോക്കിൽ എത്തിച്ചാണ് എക്സ്റേ എടുക്കുന്നത്. ലൈഫ് ഗാർഡുമാരുടെ ജീവൻ രക്ഷിക്കുക, റെസ്ക്യൂ ഉപകരണങ്ങൾ അടിയന്തരമായി വിതരണം ചെയ്യുക, പുതിയ യൂണിഫോം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലൈഫ് ഗാർഡ് തൊഴിലാളികളുടെ പ്രതിനിധികൾ സംസ്ഥാന ടൂറിസം ഡയറക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേരളത്തിന് 7.40 കോടി അനുവദിച്ച് ധനവകുപ്പ്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 27 ടൂറിസം വകുപ്പ് ധനവകുപ്പിനോട് പണം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ഓഗസ്റ്റ് 31 തുക അനുവദിച്ചിരിക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ മറ്റു പ്രതികളുടേതുപോലെയല്ല ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പങ്കെന്നും ജാമ്യം അനുവദിക്കരുതെന്നും CBI സുപ്രീം കോടതിയെ അറിയിച്ചു. കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് അന്വേഷണ ഏജൻസി സത്യവാങ്മൂലം സമർപ്പിച്ചത്. കെജ്രിവാളിന് ആവശ്യമായ വൈദ്യസഹായം ജയിലിൽ ലഭ്യമാക്കുമെന്നും ഇതിനായി ജാമ്യം അനുവദിക്കേണ്ടതില്ലെന്നും CBI സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വാദം കേൾക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. 5 വനിതാ ജഡ്ജിമാർ അംഗങ്ങളായ പ്രത്യേക ബെഞ്ചായിരിക്കും വാദം കേൾക്കുക. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചത്. സജിമോൻ പാറയിലിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർണായക തീരുമാനം. കേരളത്തിന് അടിയന്തരമായി 4200 കോടി രൂപ വായ്പയെടുക്കാൻ കേന്ദ്രം അനുമതി നൽകി. ശമ്പളവും പെൻഷനും ബോണസും ഉത്സവ ഭത്തയും ക്ഷേമ പെൻഷനും അടക്കം ഓണത്തിന് 20,000 കോടിയോളം രൂപയുടെ ചെലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിലാണ് ആശ്വാസമായി പണം കടമെടുക്കാനുള്ള കേന്ദ്രത്തിൽ നിന്ന് അനുമതി നൽകിക്കൊണ്ടുള്ള കത്ത് കഴിഞ്ഞ ദിവസം എത്തിയത്. ആദിവാസി കോളനികളിൽ ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ വിതരണം ചെയ്ത സ്ഥാപനത്തിന് 7 ലക്ഷം രൂപ പിഴ ചുമത്തി. ആദിവാസി ഊരുകളിലേക്കുള്ള ഭക്ഷ്യക്കിറ്റിലായിരുന്നു ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ ഉണ്ടായിരുന്നത്. ഇതുപയോഗിച്ച ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു.
കേരശക്തി വെളിച്ചെണ്ണ വിതരണം ചെയ്ത ഷിജാസ് എന്ന സ്ഥാപന ഉടമ 7 ലക്ഷം രൂപ പിഴ ഒടുക്കണമെന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. സേനകളിലേക്കുള്ള ഹ്രസ്വകാല റിക്രൂട്ട്മെന്റ് പദ്ധതിയായ അഗ്നിപഥിൽ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നുവെന്ന് റിപ്പോർട്ട്. സ്ഥിരപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധന വരുത്തുക, ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഉയർത്തുക തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 വർഷ സൈനിക സേവനത്തിനായുള്ള പദ്ധതിയുടെ പേരിൽ പ്രതിപക്ഷ വിമർശനവും ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധവും ശക്തമാകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ നീക്കം. കോർപ്പറേഷൻ പരിധിയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. കോർപ്പറേഷനിലെ 30ാം വാർഡായ കൊമ്മേരി എരവത്തുകുന്ന് പ്രദേശത്താണ് മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ച 19 പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതിൽ 24-കാരിയുടെ നില അതീവ ഗുരുതരമാണ്. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം.